അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇന്ന് രാത്രിയിലെ നമ്മുടെ കൂടിവരവിലൂടെയും തിരുവചന അഭ്യസനത്തിലൂടെയും നമ്മുടെ ആകമാനമായ ജീവിതത്തിലൂടെയും ദൈവത്തിന് മഹത്വമുണ്ടാകുന്നതിനും നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രസാദമുള്ളവരായി ദൈവിക സമാധാനം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അനുഭവിക്കുന്നവരായും തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്തൃസന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന കർത്താവിൻ്റെ ഭൃത്യന്മാർക്കും ദൈവമക്കൾക്കും ക്രിസ്തീയ സന്ധ്യാവന്ദനങ്ങൾ. നമ്മുടെ ദൈവവചന പഠനവുമായി ഇന്ന് രാത്രിയിലും നമുക്കായിരിക്കാൻ ദൈവം കൃപ ചെയ്തതുകൊണ്ട് സ്തോത്രം. പകൽ ഇന്നലെ രാത്രി നാം പിരിഞ്ഞതിന് ശേഷം രാത്രിയിലും ഈ കഴിഞ്ഞ പകലും കർത്താവ് നമ്മെ ഭദ്രമായി കാത്തുവല്ലോ, ദൈവം നമ്മെ സൂക്ഷിച്ചുവല്ലോ. കർത്താവിൻ്റെ എല്ലാ കൃപാദാനങ്ങൾക്കായും ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം വെറുക്കുന്ന സ്നേഹവും ദൈവം സ്നേഹിക്കുന്ന വെറുപ്പും, അതാണല്ലോ നമ്മുടെ ചിന്താവിഷയം. ഹേറ്റ്രഡ് ഗാഡ് ലവ്സ് ആൻഡ് ദ ലവ് ഗോഡ് ഹേറ്റ്സ്. അതിൻ്റെ വിവിധ വശങ്ങൾ നാം ഇന്നലെ രാത്രി വരെ കണ്ടു. ഏറ്റവും ഒടുവിൽ നാം കണ്ടത് ദൈവം അടിസ്ഥാനപരമായിട്ട് വെറുക്കുന്നത് പാപം എന്ന യാഥാർത്ഥ്യത്തെയാണ് എന്നാണ്. പാപത്തിന് രണ്ട് നിർവചനങ്ങളാണ് നാം ഇന്നലെ കണ്ടത്, ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. ഒന്ന്, ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കുക എന്നതിനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ തിരുഹൃദയത്തെ ഉടച്ചു കളയുക എന്നുള്ളതാണ് പാപം. കേവലം ഒരു കൽപ്പനാ ലംഘനത്തിൽ അത് ഒതുങ്ങുന്നില്ല. അത് ദൈവത്തിന് കോപം വരുത്തുന്നു എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ഹൃദയത്തിന് വേദന കൊടുക്കുന്നു എന്നുള്ള നിലയിൽ നാം പാപത്തെ തിരിച്ചറിയണം. രണ്ടാമത് നാം കണ്ടു, പാപം നമ്മിൽ വസിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും പാപത്തിൻ്റെ സാന്നിധ്യമുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുമുണ്ട്, രക്ഷിക്കപ്പെട്ടതിന് ശേഷമുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആ പാപമായിരുന്നു നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ആ സമയത്ത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ആത്മാവ് മൃതാവസ്ഥയിലായിരുന്നു. നമ്മുടെ ആത്മാവ്, നമ്മൾ ദൈവാത്മാവില്ലായിരുന്നു, നമ്മിലുള്ള നമ്മുടെ ആത്മാവ് മരിച്ച സ്ഥിതിയിലായിരുന്നു, മൃതാവസ്ഥയിലായിരുന്നു. അങ്ങനെ മൃതാവസ്ഥയിലായ ആത്മാവ്. രണ്ട്, വഷളായിപ്പോയ ദേഹി. വഷളായിപ്പോയ ദേഹി. അങ്ങനെ വഷളായിപ്പോയ ദേഹി സാത്താന്യ നിയന്ത്രണത്തിൽ അകപ്പെട്ടിട്ട് ശരീരത്തെ കൊണ്ട് അതിൻ്റെ ആഗ്രഹങ്ങളെ നിവർത്തിപ്പിക്കുകയായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. എന്നാൽ നാം രക്ഷിക്കപ്പെടുമ്പോൾ ദൈവവുമായുള്ള നമ്മുടെ കൂട്ടായ്മയിൽ, ദൈവവുമായുള്ള നമ്മുടെ സംസർഗത്തിൽ നമ്മുടെ ആത്മാവ് പുനർജീവിപ്പിക്കപ്പെടുന്നു. മൃതാവസ്ഥയിലായിപ്പോയ ആത്മാവ് ജീവൻ പ്രാപിക്കുന്നു. ദൈവാത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിനോട് ഉള്ള സഹായത്താൽ ഈ ആത്മാവ് വഷളായിപ്പോയ ദേഹിക്ക് കീഴ്പ്പെടാതെ ഈ ദേഹിയെ കീഴ്പ്പെടുത്തി ആത്മാവിൻ്റെ ഇഷ്ടം ശരീരത്തിലൂടെ നിവർത്തിക്കുവാൻ വേണ്ടി ബന്ധപ്പെടുന്നു. അതിന് നിരന്തരം ആത്മീയ കൂട്ടായ്മ, ദൈവവചന പഠനം, ദൈവത്തോടുള്ള സംസർഗം, പ്രാർത്ഥന, ആവശ്യമായ സന്ദർഭങ്ങളിൽ ഉപവാസം തുടങ്ങി
സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആൻഡ് സ്പിരിച്വൽ എക്സസൈസസ്, ആത്മീയമായ പല പരിചയങ്ങളും വ്യായാമങ്ങളും നാം നടത്തണം. അങ്ങനെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ കുടികൊള്ളുന്ന വസിക്കുന്ന പാപം നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ കൊണ്ട് പാപത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ വാഴ്ച നടത്താതെ നമ്മൾ എന്ത് ചെയ്യണം? കാക്കണം. അപ്പോഴും വസിക്കുന്നുണ്ട്, പക്ഷേ അതിന് പിന്നെ അധികാരം, ഭരണം ഉണ്ടാകരുത്. ഒരു ചിന്തകൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മളെല്ലാവരിലും 2 നായ്ക്കൾ, 2 പട്ടികളുണ്ട്. ഒന്ന് കറുത്ത പട്ടി, ഒന്ന് വെളുത്ത പട്ടി. ആത്മീക സ്വഭാവവും ജഡിക സ്വഭാവവും കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചൊരു ദൃഷ്ടാന്തമാണ്. ഇത് തമ്മിൽ എപ്പോഴും കടിപിടി കൂടുക. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇതിലേത് പട്ടിയെ ജയിക്കുന്നതിന്? കറുത്തതാണോ വെളുത്തതാണോ? നമ്മളെന്ത് പറയുന്നു? അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: ഏതിന് നമ്മൾ അധികം തീറ്റി കൊടുക്കുന്നു അതാ. ചിലപ്പോൾ നമ്മളെ ജഡ സ്വഭാവങ്ങൾ എന്ത് ചെയ്യും? കൂടുതൽ സംരക്ഷിക്കും, തീറ്റി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ജഡമാണ്. എന്നാൽ ചിലപ്പോൾ ആത്മാവിൻ്റെ കാര്യങ്ങൾക്ക് ബോധപൂർവമായി നാം കൂടുതൽ ശ്രദ്ധ കൊടുത്ത് തീറ്റി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ആത്മീയ പ്രകൃതമാണ്. അപ്പം നാം ഏതിന് അധികം തീറ്റി കൊടുക്കുന്നോ അത് ജയിക്കും. So we have to diligently and deliberately feed the spiritual desires and the things that are related to spirit and the spirit world, the spiritual world. ആത്മീയ ലോകവുമായി ബന്ധപ്പെട്ട ആത്മീയമായ വിഷയങ്ങൾക്ക് നാം അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകണം. നാം അതായിരുന്നു ഇന്നലെ കണ്ടത്. ഇന്ന് നാം ദൈവം വെറുക്കുന്ന പാപം, അടിസ്ഥാനപരമായി പാപത്തെയാണ് ദൈവം വെറുക്കുന്നത്. പാപ സ്വഭാവങ്ങളെയാണ്, പാപ പ്രകൃതങ്ങളെയാണ് എന്ന് നാം ഇന്നലെ കണ്ടു. അതിൻ്റെ വിശദമായ ഒരു പഠനത്തിലേക്ക് നാം പിന്നീട് പോകും. റെഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അതിനു മുമ്പായിട്ട് ഒരു 3-4 അടിസ്ഥാനപരമായ പാപങ്ങളെ ഒന്ന് കാണിച്ചിട്ട് അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതുകൊണ്ട് നാം നോക്കുന്നത് ബേസിക് സിൻസ്, അടിസ്ഥാനപരമായ ചില പാപങ്ങൾ. അതിൽ ഏറ്റവും ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ദൈവത്വത്തിനെതിരായി മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം. എന്താണത്? ദൈവത്തിൻ്റെ ദൈവീകതയ്ക്കെതിരായി, ദൈവത്തിൻ്റെ ദൈവത്വത്തിനെതിരായി മനുഷ്യൻ്റെ ഏറ്റവും ഗൗരവമേറിയ പാപം, സീരിയസ് സിൻ ഓഫ് മാൻ എഗൻസ്റ്റ് ദ ഡിവൈൻ നേച്ചർ, ദ ഡീറ്റി ഓഫ് ഗാഡ്. അതാണ് നാം ഇന്ന് ചിന്തിക്കുന്ന ആദ്യത്തെ ഭാഗം. എന്താ അത്? ഐഡലട്രി, വിഗ്രഹാരാധന. ഞാൻ ശുശ്രൂഷിച്ച ഒരു ദൈവസഭയിലെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി വളരെ ഉത്സാഹിയായിരുന്നൊരു അച്ചായനുണ്ട്. അദ്ദേഹം ആരോടും സുവിശേഷം പറയും. ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുമായിരുന്ന ഒരു കാര്യം ഞാൻ പലയിടത്തും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഹിന്ദിയിൽ അദ്ദേഹം ഇങ്ങനെയായിരുന്നു പറയുന്നത്: ബാപ് കോ ബാപ് ന കഹേ തോ ചലേഗാ, ലേക്കിൻ പടോസി കോ കഭി ബാപ് മത് കഹന. അപ്പനെ അപ്പ എന്ന് വിളിച്ചില്ലെങ്കിൽ അപ്പന് എൻ്റെ ചെറുക്കൻ എന്നെ പപ്പാന്ന് വിളിക്കുന്നില്ലല്ലോ എന്നൊരു വേദനയുള്ളൂ. പക്ഷേ അയലത്തുകാരനെ, അപ്പനല്ലാത്ത ഒരുത്തനെ ഈ കൊച്ചൻ അപ്പ എന്ന് വിളിച്ചാൽ ആ യഥാർത്ഥ അപ്പൻ്റെ വേദന അതെന്തുമാത്രമായിരിക്കും. എന്നെ പപ്പാന്ന് വിളിക്കുന്നില്ല എങ്കിൽ എൻ്റെ മോൻ എന്നെ അപ്പാന്ന് വിളിക്കുന്നില്ലെന്ന് വേദനയുള്ളൂ. എന്നെ ഇനിയും പപ്പാന്ന് വിളിച്ചുകൊണ്ട് തന്നെ അയലത്തുകാരനെയും കൂടെ പപ്പാന്ന് വിളിച്ചാലോ? ഒരിക്കലും ഒരു പിതാവിന് അത് ഉൾക്കൊള്ളാൻ ഒരിക്കലും സാധ്യമല്ല. ആ പിതാവിൻ്റെ പിതൃത്വത്തിനെതിരെ, അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു ഭർത്താവിൻ്റെ ഭർത്തൃത്വത്തിനെതിരെ
ഒരു മകൻ അല്ലെങ്കിൽ ഒരു ഭാര്യ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം, ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത് എന്താ? തൻ്റെ പിതൃത്വത്തെ അല്ലെങ്കിൽ ഭർത്തൃത്വത്തെ ഉപേക്ഷിച്ച് അപരൻ്റെ, അന്യൻ്റെ പിതൃത്വത്തെ അല്ലെങ്കിൽ ഭർത്തൃത്വത്തെ സ്വീകരിക്കുക. ഇതുപോലെ ദൈവത്വത്തിനെതിരെ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് ഈ വിഗ്രഹാരാധന. ദൈവത്തെ ദൈവമായി കണക്കാക്കാതെ ദൈവമല്ലാത്തവയെ ദൈവമായി കണക്കാക്കുന്നു. വിഗ്രഹാരാധന. ആ ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഈ ഒരു വസ്തുത വെളിപ്പെടുത്തുവാൻ വേദപുസ്തകത്തിൽ ആകമാനമായി നാം കാണുന്ന ദൈവം തന്നെ ഉപയോഗിച്ചിരിക്കുന്ന വളരെ ശക്തമായ ദൃഷ്ടാന്തമാണ് ഭാര്യ ഭർത്തൃബന്ധം. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഹോശയ്യ പ്രവചനം വായിച്ചാൽ നമുക്കത് കുറെ കൂടെ വ്യക്തമാകും. യേശുക്രിസ്തുവിന് മുമ്പ് 8-ാം നൂറ്റാണ്ടിലെ പ്രവാചകന്മാരിൽ ഒരുത്തനായിരുന്നു ഹോശയ. ആ ഹോശയായോട് കർത്താവ് പറയുന്നു, നീ പോയി ഒരു വ്യഭിചാരിണിയായ പരസംഗിയായ ഒരു വേശ്യ സ്ത്രീയെ വിവാഹം കഴിക്കാം. പോയി വിവാഹം കഴിച്ചു, മക്കളുണ്ടായി, അവൾ ഇറങ്ങിപ്പോന്നു. പിന്നെയും പോയി അവളെ തന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. ദൃഷ്ടാന്തത്തിലൂടെ ഹോശയ്യ പ്രവാചകന്റെ ശുശ്രൂഷയിൽ ഇസ്രായേൽ ജനത്തോട് ദൈവം ആവർത്തിച്ചു പറഞ്ഞ കാര്യ, ഇസ്രായേലിനെ യഹോവയായ ദൈവം തൻ്റെ ഭാര്യ എന്ന നിലയിൽ ആ ബന്ധത്തിലാണ് സ്വീകരിച്ചത്. പക്ഷേ യഹോവയായ ദൈവത്തെ ഉപേക്ഷിച്ച് പരദൈവങ്ങളെ സേവിക്കുവാൻ, അന്യദൈവങ്ങളെ സേവിപ്പാൻ അവരിറങ്ങിത്തിരിച്ചപ്പോൾ ആ കാര്യം മനസ്സിലാക്കുവാൻ ദൈവം ഉപയോഗിച്ച ദൃഷ്ടാന്തം ഭാര്യാഭർത്തൃബന്ധത്തിലേത്. പുതിയ നിയമത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ക്രിസ്തു നമ്മുടെ ആരാണ്? ആത്മ മണവാളൻ. പൗലോസ് ഭയപ്പെടുന്നതായി പറഞ്ഞിരിക്കുന്ന കാര്യം 2 കൊരിന്ത്യർ ലേഖനത്തിലുണ്ട്. 11 ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി നിങ്ങളെ സമർപ്പിക്കുവാൻ ഞാൻ, കൂട്ടിച്ചേർത്ത് പറയുന്നു, വിവാഹ ദല്ലാളിനെ പോലെ, ഒരു മാരേജ് ബ്രോക്കറെ പോലെ ഞാൻ നിങ്ങളെ ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പക്ഷെ ഇപ്പം എനിക്കൊരു ഭയമുണ്ട്. എന്താ എൻ്റെ ഭയം? സർപ്പം അല്ലെങ്കിൽ പിശാച് ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് 2 കാര്യങ്ങൾ, ഈ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും 2 നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ബന്ധമാണ് ഏറ്റവും കാതലായി പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ദൈവവും തൻ്റെ ജനവുമായിട്ടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ദൈവത്തിൻ്റെ ദൈവത്വത്തിനെതിരെയുള്ള മഹാപാപമാണ് വിഗ്രഹാരാധന. വിഗ്രഹാരാധനയുടെ 4 വശങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. ഒന്നാമത്തെ വശം 4 തരത്തിലുള്ള വിഗ്രഹാരാധന. ഒന്നാമത്തെ വശം അക്ഷരീകമായിട്ടുള്ള വിഗ്രഹാരാധന. എന്തെങ്കിലും ഒരു വിഗ്രഹം ദൈവത്തിൻ്റെതെന്ന് തന്നെ പറഞ്ഞുകൊണ്ട്, യേശുവിൻ്റെതെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന വിഗ്രഹം. ലിറ്ററൽ idolatry, just making some images, attributing to God. We may put its name God, we may put its name even Jesus or Yahweh, but still it's idolatry and it's sin. അതിനെക്കുറിച്ചാണ് പുറപ്പാട് 20:3 തൊട്ട് കർത്താവ് പറഞ്ഞത്, ഒന്നിലും ഒരു രൂപവും ഉണ്ടാക്കരുത്. ആകാശത്തിലോ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴെയോ വെള്ളത്തിലോ ഒന്നുമുള്ളതിൻ്റെ യാതൊരു രൂപവും ഉണ്ടാക്കരുത്. കർത്താവ് മോശയോട് പറയുമ്പോൾ, ഇസ്രായേലിനോട് പറയുമ്പോൾ പറയുന്നു, ഞാൻ നിങ്ങളോട് ഹോരേബിൽ നിന്ന് സംസാരിച്ചപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതല്ലാതെ രൂപമൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ രൂപമൊന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ട്
എൻ്റേത് എന്നും പറഞ്ഞ് നിങ്ങൾ ഒരു രൂപവും ഉണ്ടാക്കരുത്. ഇപ്പം ലിറ്ററലായിട്ടുള്ള വിഗ്രഹാരാധന, അതേക്കുറിച്ച് തന്നെയാണ് റോമാലേഖനവും വായിക്കുന്നത്. റോമാലേഖനത്തിലെ 23-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. Romans 1:23. It's 18 to 23, but we will just read only 23rd verse. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ഈ മനുഷ്യർ ക്ഷയമുള്ള 4 കാര്യങ്ങളോട് സമമാക്കി. 1, ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, 4 ഇഴജാതി രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതിൻ്റെ താഴത്തെ വാക്യങ്ങളിൽ പിന്നെയുണ്ട്, സ്രഷ്ടാവിൻ്റെ മഹത്വത്തെ സൃഷ്ടിയുടേതിന് അവർ സമമാക്കിയെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ മനുഷ്യൻ വിഗ്രഹാരാധനയിലൂടെ എന്ത് ചെയ്തു? നിങ്ങളോട് പറഞ്ഞു. ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, 4 കാലേ നടക്കുന്ന മൃഗങ്ങൾ, 4 ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അപ്പോൾ മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കിയാലും ഏതെങ്കിലും മൃഗത്തിൻ്റെ രൂപം ഉണ്ടാക്കിയാലും പിന്നെ പക്ഷിയുടെയോ ഇഴജാതിയുടെ രൂപം ഉണ്ടാക്കിയാലും അതൊന്നും ദൈവത്തോടൊക്കുന്നതല്ല. അവൻ അക്ഷയനായ ദൈവമാണ്, ക്ഷയമില്ലാത്തവനാണ്. ക്ഷയമില്ലാത്ത ഒരു വിഗ്രഹം വാർക്കാൻ പറ്റിയിരുന്നെങ്കിൽ പിന്നെ നോക്കായിരുന്നു. തേജസ്സുറ്റത്, പക്ഷെ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാക്കാൻ മനുഷ്യൻ്റെ സൃഷ്ടികൾക്ക് സാധ്യമല്ല. അപ്പോൾ അക്ഷരികമായിട്ടുള്ളത് അത് പിന്നെ നമ്മൾ അധികം ചെയ്യുന്നൊന്നുമില്ല. അതുകൊണ്ടത് നമ്മുടെ ഇടയിൽ ഒത്തിരി പറയേണ്ട ആവശ്യമില്ല. ഒന്നാമത്തേതാ, ഒരു കാര്യം മാത്രം അതിൽ ഊന്നി പറഞ്ഞിട്ട് ആ ഭാഗം ഞാൻ വിടാം. ഇസ്രായേൽ ജനം വിഗ്രഹാരാധന നടത്തിയതായിട്ട് നാം കാണുന്ന ആദ്യത്തെ സംഭവം ഏതാ? കാളക്കുട്ടി ഉണ്ടാക്കിയതാ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കാര്യം? പുറപ്പാട് പുസ്തകം, The book of Exodus, chapter 32. അവിടെ വളരെ വിചിത്രമായ ഒരു സംഗതിയുണ്ട്. അതിൻ്റെ 1 മുതൽക്കാണ് അവർ വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. നമുക്ക് പക്ഷേ അതെല്ലാം വേണ്ട. അതിൻ്റെ 4-ാമത്തെ വാക്യം, വേഴ്സ് 4 പ്ലീസ്. Exodus 32 verse 4. കൊത്തുള്ളി കൊണ്ട് കണ്ടോ? 1 ഉണ്ടാക്കിയത് എന്തിനാ? കാളക്കുട്ടി. They made a calf. And what is their confession? What is their declaration? This is the God who brought you out of Egypt. ഇസ്രായേലേ, മിസ്രയീം ദേശത്തു നിന്നും നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവം ഇതാ എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? മിസ്രയീം ദേശത്തു നിന്നും അവരെ ഇറക്കിക്കൊണ്ടുവന്ന ദൈവത്തെ ഇവർ മറന്നിട്ടൊന്നുമില്ല. പക്ഷേ ആ ദൈവത്തിൻ്റെ മഹത്വത്തെ അവരിപ്പോൾ എന്താക്കി? കാളക്കുട്ടിയോട് സദൃശമാക്കി. എന്നിട്ട് അടുത്ത വാക്യം, വേഴ്സ് 5. അടുത്ത കൺഫെഷൻ. Now here we have the God who brought you out of Egypt, and therefore let's just make an altar, and tomorrow is a festival unto the Lord Yahweh. നാളെ യഹോവയ്ക്ക് ഉത്സവം. ഉത്സവം ആർക്കാ? യഹോവയ്ക്ക. യഹോവ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവരുടെ മുമ്പിൽ ഇരിക്കുന്നത് ആരാ? നാളെ കാളക്കുട്ടിക്കൊരു ഉത്സവം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒന്നുകിൽ നാളെ കുട്ടിക്ക് ഉത്സവം എന്ന് പറയണമായിരുന്നു. അല്ലായിരുന്നെങ്കിൽ കാളക്കുട്ടി ഇല്ലാതെ യഹോവയ്ക്ക് ഉത്സവം എന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. പക്ഷേ കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് ആദ്യം പറഞ്ഞു
ഇതാ നിന്റെ ദൈവം, നിന്നെ വിടുവിച്ച ദൈവം. എന്നിട്ട് പിന്നെ അടുത്ത വാക്യത്തിൽ പറയുക, നാളെ യഹോവയ്ക്ക് ഉത്സവം. പേരെന്തുവാ? യഹോവ. പേര് മാറ്റിയിട്ടില്ല, പക്ഷേ ആള് മാറി, രൂപം മാറി, അവസ്ഥ മാറി. 4 കാലും വാലുമുള്ള, പൊക്കിയാൽ പൊങ്ങുന്ന, എടുത്തോണ്ട് പോയാൽ കൊണ്ടുവെക്കുന്നിടത്തിരിക്കുന്ന സാധനമായി. ഇത്രയും നാൾ ഇവരുടെ കാതയിലും കഴുത്തലും ഒക്കെ കിടന്ന സാധനങ്ങളാണ്, കുണുക്കുകളായിരുന്നു. അതാണിപ്പോൾ ഇവരെ വിഗ്രഹമാക്കി മാറ്റിയത്. അപ്പോൾ പലരും ഇന്ന് ചെയ്യുന്നത് ഇതുപോലെയുള്ള രൂപങ്ങളെ ഉണ്ടാക്കിയിട്ട് അതിന് ഒറിജിനൽ പേരിടും. പേര് ഒറിജിനലാ, പക്ഷെ ആള് മാറിയെന്നേ ഉള്ളൂ. ഇതും എന്താണ്? വിഗ്രഹാരാധനയാണ്, പാപമാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ ദൈവമെന്നും ദൈവത്തിനെന്നും ദൈവത്തിൻ്റെതെന്നും പറഞ്ഞ് വിൽക്കപ്പെടുന്ന നല്ല ശതമാനം ചരക്കുകളും ഇതുപോലെയുള്ള കാളക്കുട്ടികളാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചോട്ടെ. ഇന്ന് നമ്മുടെ ഇടയിൽ ദൈവമെന്നും ദൈവീകമെന്നും ദൈവത്തിൻ്റെതെന്നും പറഞ്ഞുകൊണ്ട് വിൽക്കപ്പെടുന്ന നല്ല ശതമാനം സാധനങ്ങളും ശുശ്രൂഷ എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളും ആരാധന എന്നും പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ നല്ല ശതമാനവും ഇതുപോലെയുള്ള സാധനങ്ങളാണ്. അതൊരിക്കലും പാടില്ല. വിഗ്രഹാരാധനയാണത്, വിഗ്രഹാരാധനയാണ്. രണ്ടാമത്തെ ഭാഗം, വിഗ്രഹാരാധനയുടെ രണ്ടാമത്തെ അവസ്ഥയാണ് സ്റ്റബ്ബോൺനെസ്. 1 ശമൂവേൽ 15:23 വായിച്ചോളൂ. 1 സാമുവേൽ 15:23. ശാഠ്യം, being stubborn, stiff-necked. ഈ ആന തിരിയുന്ന കണ്ടിട്ടില്ലേ? ആനയ്ക്ക് എന്തെങ്കിലും നോക്കണമെങ്കിൽ അതിൻ്റെ മുഴുവൻ ശരീരം കൂടെ തിരിക്കണം. പെടല് മാത്രമായിട്ട് തിരിക്കാൻ അതിന് പ്രയാസം. ഇതുപോലെ നട്ടെല്ലിൻ്റെ കശേരുക്കൾ ജാമായി തീർന്ന ഒരു സ്ഥിതി, തിരിക്കാൻ വയ്യാത്ത അവസ്ഥ. ചിലപ്പം ചെല്ലേണ്ടല്ലേ, പെടലി നമ്മുടെയൊക്കെ ചിലപ്പം കിടക്കുന്ന വഴിക്കായാലും പെടലിക്കൊരു അല്പം പ്രയാസം ഉണ്ടായാൽ പിന്നെ പിറ്റേ ദിവസം എഴുന്നേറ്റിട്ട് ആനെ പോലെ തന്നെ നമ്മളിങ്ങനെ തിരിയുന്നത്, അല്ല തിരിയാനൊക്കത്തില്ല. ആ അവസ്ഥയ്ക്കാണ് സ്റ്റബോൺ, സ്റ്റിഫ് നെക്ഡ്, ശാഠ്യം. നാം മറ്റു നിലയിൽ വിഗ്രഹാരാധന ഒന്നാമത്തേതുപോലെ അക്ഷരീയമായി വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി നടത്തുന്നില്ലെങ്കിലും ഈ രണ്ടാമത്തേതിൽ ശൗലിനെ പോലെ നാം എന്ത് ചെയ്യുന്നവരാകാം? സ്തോത്രം. ദൈവം നമ്മോട് പറയുന്നത്, ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് അനുസരിക്കുവാനുള്ള മനസ്സുകേട്. ചില കുഞ്ഞുങ്ങൾ, ഇവിടുത്തെ രീതി എനിക്കറിഞ്ഞുകൂടാ, ഇന്ത്യയിലെ അവസ്ഥ ഞാൻ പറയാം. അവിടെ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ മേൽ കുറച്ചും കൂടെ അധികാരവും ശിക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരെ അടിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യും. ഈ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും അവർ ചിലതൊക്കെ അങ്ങ് അനുസരിക്കും. നമ്മളുമൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടാകും. അച്ഛനോ അമ്മയോ ഒക്കെ പറഞ്ഞത് നമ്മൾ ചെയ്തെങ്കിലും പിറുവിറുത്തോണ്ടാണ് ചെയ്തത്. അപ്പം ചില അച്ഛനും അമ്മയോ അപ്പനും അമ്മയോ ഉണ്ടായിരുന്നു, പുറകെ വരും, എന്തോടെ പിറുവിറുക്കുന്നത്, എന്തോടെ പറഞ്ഞേ, കൂടെ വരും, പുറകെ തല്ലുമായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്നെങ്കിൽ പോലും എന്താ മനസ്സിൽ ദേഷ്യമാണ്. സന്തോഷത്തോടുകൂടെ അനുസരിക്കാതെ ദൈവം പറയുന്നത്, ദൈവവചനം ആവശ്യപ്പെടുന്നത് സന്തോഷത്തോടുകൂടെ അനുസരിക്കാതെ ഒന്നുകിൽ മറുതലിക്കുന്നതോ അല്ലെങ്കിൽ നിർബന്ധത്താൽ
പിറുപിറുപ്പോടുകൂടെ ചെയ്യുന്നതോ ആയ അവസ്ഥയാണ് സ്റ്റബോൺനെസ്. ചിലപ്പം ചെയ്തേക്കും, വേറെ ഗത്യന്തരം ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ദൈവം അതെന്ത് ചെയ്യുന്നില്ല, അനുസരണമായിട്ട് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ചിലർ ചോദിക്കാറുണ്ട്, ഹവ്വ വിലക്കപ്പെട്ട പഴം, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം സാത്താൻ അല്ലെങ്കിൽ സർപ്പം പറഞ്ഞനുസരിച്ച് പറിക്കാൻ ചെന്നു. അപ്പം ചിലർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഇവൾ അത് പറിക്കുവാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ അവൾക്ക് കൈക്ക് എത്താത്തതുപോലെ ദൈവം ഈ വൃക്ഷത്തെ അല്ലെങ്കിൽ ഈ ഫലത്തെ ഇങ്ങനെ അങ്ങ് ഇവളിൽ നിന്ന് പൊക്കി 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 അങ്ങ് കൊണ്ടുപോയി ഇവളെ ചാടി പറിക്കാൻ നോക്കിയിട്ടും ഇവളെ കയ്യിൽ കിട്ടിയില്ല. കയ്യിൽ കിട്ടാഞ്ഞുകൊണ്ട് അവളോട്ട് തിന്നുമില്ല. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് ദൈവം പാപമായി കണക്കിട്ടേനേമോ എന്ന് ഒരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. നിങ്ങൾ എന്ത് പറയുന്നു? തീർച്ചയായും കയ്യിൽ കിട്ടാഞ്ഞുകൊണ്ട് തിന്നാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മനോഭാവമാണ് ദൈവം കൂടുതലായി നോക്കുന്നത്. സ്റ്റബോൺനെസ്, നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നതിനേക്കാൾ അതിൻ്റെ പിൻപിലുള്ള നമ്മുടെ വികാരം, the emotion behind our deeds, our action is too much important before God. Sometimes we may obey, we may do something, but God will not only be looking into what we have done, but moreover the attitude behind. Joyfully or with compulsion, with love or something like that. നാം എങ്ങനെയാണത് ചെയ്തത്? നിർബന്ധപൂർവം ചിലപ്പോൾ നാം ചെയ്തേക്കാം, സ്നേഹമില്ലാതെയും സന്തോഷമില്ലാതെയും നാം ചെയ്തേക്കാം. അത് ദൈവം അംഗീകരിക്കുന്നില്ല. ചിലര് അപരണ സന്തോഷമാകട്ടെന്ന് വിചാരിച്ച് അങ്ങ് ചെയ്യുന്ന, ചിലരാണെങ്കിൽ എനിക്ക് വേണ്ട, ഞാൻ ചെയ്യത്തില്ല ഒരു കാരണവശാലും. അത് മറ്റുള്ളവർക്ക് എത്ര മുറിവേറ്റെന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, ഞാൻ ചെയ്യില്ല. അവരെ ശക്തമായിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു ഭാര്യയെക്കുറിച്ച് പറയുന്ന ഒരു ഉദാഹരണം. ഇത് കത്രിയ അറിയാമായിരിക്കുമല്ലോ. ഭാര്യയും ഭർത്താവും കൂടെ വയലിൽ കൂടെ, നെൽവയലിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ വളരെ സ്നേഹത്തോടെ പോയെ. അപ്പം ഭാര്യയ്ക്ക് ഒരു കുസൃതി ചോദ്യം, അച്ചായ ഈ നെല്ല് വിളയുമ്പോൾ എങ്ങനെയാ കൊയ്യുന്നത്? അപ്പം അച്ചായൻ പറഞ്ഞു, അരിവാളും കൊണ്ടാ. അപ്പം ഈ ഭാര്യ പറഞ്ഞു, അല്ല, കത്രികയും കൊണ്ടാ. ഇവർ തമ്മിൽ സംസാരിച്ച് ഈ പുഞ്ചയുടെയൊക്കെ നടുക്കൂടെ ആറ് പോലെ ഒഴുകാറുണ്ട്. പോയി ഭർത്താവിന് ദേഷ്യം വന്നിട്ട്, കാരണം ശരിയായിട്ടുള്ള കാര്യം അംഗീകരിക്കുന്നില്ല, ദേഷ്യം വന്നിട്ട് ഈ സ്ത്രീയെ പിടിച്ച് അതിനകത്ത് തള്ളിയിട്ടു. പറയടി, സമ്മതിക്കടി, അരിവാളം കൊണ്ടാ കൊയ്യുന്നതെന്ന്, എങ്കിലും ഞാൻ തന്നെ പിടിച്ച് കയറ്റത്തുള്ളൂ. ഒടുവിൽ 1-ാം പ്രാവശ്യം പൊങ്ങി വന്നപ്പോൾ പിന്നെ പറഞ്ഞു, സമ്മതിക്കടി. ഏറ്റവും ഒടുവിൽ അവസാനമായിട്ട് മുങ്ങി, കൈ മാത്രമേ മുകളിലുള്ളൂ, മൂക്കും തലയൊക്കെ മുങ്ങി. അപ്പോഴും കാണിച്ചു, ഞാൻ ചത്താലും ശരി അച്ചായൻ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. അതിന് സാധാരണ പ്രസംഗകര് നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നൊരു ദൃഷ്ടാന്തമായത് കത്രിക. ചിലരുടെ സ്വഭാവം ഇങ്ങനെ, സ്റ്റെപ്പ് ഓൺ, വാട്ട് എവർ മേ ഹാപ്പൻ, ദേ ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദ ട്രൂത്ത്, അഡ്മിറ്റ് ദെയർ ഓൺ മിസ്റ്റേക്സ്. അവരുടെ തെറ്റ് സമ്മതിക്കാനും സത്യം അംഗീകരിക്കുവാനും മനസ്സില്ലാത്തവർ. ദൈവവചനത്തിലൂടെ തെളിവ് കിട്ടിയാൽ പോലും അനുസരിക്കുവാൻ മനസ്സില്ലാത്തവർ. അവർ പഠിച്ചിരിക്കുന്നതാണ്, അവർ ചിന്തിക്കുന്നതാണ് ശരി എന്ന ചിന്തയോടുകൂടെ മുമ്പോട്ട് പോകുന്നവർ. നിങ്ങൾ കേട്ടുണ്ടായിരിക്കും, ഈ കാലത്ത് ഞാൻ ഇവിടെ വായിച്ചതാ, ഒരാൾ വീട്ടിലിരിക്കുന്നവരണെ വീട്ടിലെ പപ്പ മോനോട് പറഞ്ഞു, എടാ മോനെ പോയി ആറ്റിച്ചാടാന്ന്.
സന്ധ്യാസമയത്താണ്. ജമ്പ് ഇൻ ദ റിവർ, ആറ്റിൽ ചാടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീട്ടിൽ വന്ന് ചോദിച്ചു, ഈ സന്ധ്യക്ക് എന്തുവാ നിങ്ങൾ പറഞ്ഞ കൊച്ചിനോട് ആറ്റിൽ ചാടാൻ പറയുന്നു? അതെ, അവനോട് ആറ്റിൽ ചാടാൻ പറഞ്ഞെങ്കിലേ വീട്ടിൽ കയറത്തുള്ളൂ. വീട്ടിൽ കയറണമെന്ന് പറഞ്ഞാൽ ഇവൻ പോയി ആറ്റിൽ ചാടും. അപ്പോൾ ഇവനോട് എന്തോ പറയുന്നോ അതിന് വിപരീതമായിട്ടേ ചെയ്യും. അപ്പം ചിലരെ കൊണ്ട് വല്ലതും ചെയ്യിക്കണമെങ്കിൽ ഇതുപോലെ പറയണം. ഈ സ്വഭാവമുള്ളവരുടെ പേരാണ് എന്തുവാ? സ്റ്റബോൺ. മത്സരികൾ. അവർ ദേ ആർ റിബല്യസ്, ദേ ആർ സ്റ്റബോൺ. അവരൊരിക്കലും സത്യമെന്ന് അവരുടെ അന്ധക്കരണത്തിൽ തോന്നിയാലും തെറ്റുവിട്ട് കളഞ്ഞ് സത്യം സ്വീകരിക്കുവാനും അനുസരിക്കുവാനും മനസ്സിലാത്തവർ. We would have done, I would have done it, but since you told me, since you asked me to do, I won't do. ഞാൻ ചെയ്തേനെയായിരുന്നു, പക്ഷെ നീ പറഞ്ഞുകൊണ്ട്, ഡാഡി പറഞ്ഞുകൊണ്ട്, മമ്മി പറഞ്ഞുകൊണ്ട്, പാസ്റ്റർ പറഞ്ഞുകൊണ്ട്, സൺഡേ സ്കൂൾ ടീച്ചർ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ലത്. I would have done, I was to do, but you told me no, I won't do. നീ പറഞ്ഞുകൊണ്ട് ചെയ്യത്തില്ല. ഇല്ല പിന്നെ ചെയ്യും. എപ്പോഴാ? എനിക്ക് തോന്നുന്നുണ്ട് അന്നേരം ചെയ്തോളാം. ആ സ്റ്റബോൺനെസ് ഇസ്രായേൽ ജനത്തോട് ശൗലിനോട് ഇവിടെ ചെയ്തത് ആവർത്തിച്ച് ദൈവം പറഞ്ഞിട്ടും ആവർത്തിച്ച് അവൻ കർത്താവിൻ്റെ കൽപ്പനയെ ലംഘിച്ചു. റിപ്പീറ്റഡ്ലി Saul was disobedient and he grew in that disobedience. That is stubbornness. അവൻ അനുസരണക്കേടിൽ വളർന്നുകൊണ്ടേയിരുന്നു. അവനോട് ആവർത്തിച്ചു പറഞ്ഞിട്ടും ആവർത്തിച്ച് ലംഘിച്ചു. പറയും തോറും അകത്ത് ദേഷ്യം വന്നു തുടങ്ങി. അത് തന്നെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നു. ആ സ്ഥിതി നമ്മിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നാം വിഗ്രഹാരാധനയ്ക്ക് തുല്യരാ. ആഭിചാരദോഷം പോലെയാണ് മത്സരം. വേറെ ആരും നമുക്കെതിരെ കൂടോത്രം ചെയ്യണ്ട. ദൈവവചനത്തോടും ദൈവപ്രമാണങ്ങളോടും മത്സര സ്വഭാവം കാണിച്ചാൽ മതി. അത് ഏത് പ്രവാചകൻ വന്ന് തല കുലുക്കിയോ തള്ളിയിട്ടോ ശാസിച്ചാലും പോകത്തില്ല. നമ്മുടെ മത്സര സ്വഭാവം ഉണ്ടായതാ. ദൈവം തന്നെ നമുക്കെതിരായി തീരുക. മറ്റത് ശാഠ്യം കാണിച്ചാൽ മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയാകുന്നു. അത് നമ്മളുണ്ടാകരുത്. വളരെ അനുസരണഭാവത്തോടുകൂടെ വേണം ദൈവത്തിൻ്റെ വചനം വായിപ്പാൻ. എന്തു വില കൊടുക്കേണ്ടി വന്നാലും നാം അതിന് തയ്യാറായിരിക്കണം. ഈ കാലത്ത് പക്ഷേ ഇല്ലാതെ വരുന്നൊരു സംഗതിയാണ്. നമുക്ക് ഈ തണുപ്പ് സമയത്ത് റൂം ഹീറ്ററൊക്കെ ഇട്ട് സ്വെറ്ററും ഒക്കെ ഇട്ട് ഒരു ചൂട് കാപ്പിയോ ഒരു ചൂട് ചായയോ ഒക്കെ കുടിച്ചുകൊണ്ട് ഇരിക്കാൻ സുഖമില്ലേ? ആ സുഖമാണ് ദൈവവചനം കേൾക്കുമ്പോൾ നാം പ്രതീക്ഷിക്കുന്നത്. പകരം when the word of God threatens us or challenges we people to come down from our comfort zones and to pay a price in obedience in love, we are reluctant to do that. We don't have that entertainment over there. We don't feel good, but we feel something disturbed. നമുക്ക് ഈ തണുപ്പ് സമയത്ത് ഈ ചൂട് വസ്ത്രമൊക്കെ ഇട്ട് ഒരു ചൂട് കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഖമാണ് ദൈവവചനം കേൾക്കുമ്പോൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം അങ്ങനെയല്ല ചെയ്യുന്നത്. ദൈവം നമ്മളെ കൺഫ്രണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനത്താൽ അവൻ നമ്മെ കൺഫ്രണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മുമ്പിൽ വെല്ലുവിളികൾ നിരത്താൻ ആഗ്രഹിക്കുന്നു. നാം സ്വസ്ഥതയോടുകൂടെ കുത്തിക്കൂനി ചടഞ്ഞിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് റിസ്കി ആയിട്ടുള്ള ചുവടുകൾ വെച്ച് വില കൊടുത്ത് സ്നേഹത്തിൽ ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവത്തെ അനുസരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ ഡിമാൻഡിങ് വേർഡ് ഓഫ് ഗാഡ്, ഡിമാൻഡിങ്
preachings, demanding classes, often we don't like. ഇന്നത്തെ ഒരു സ്ഥിതി അങ്ങനെ വന്നിരിക്കുന്നത്. നമ്മോട് ചെയ്യുവാൻ ചിലത് ആവശ്യപ്പെടുന്ന ദൈവവചനത്തിൻ്റെ ചിന്തകളും പഠനവും പ്രസംഗവും ഒന്നും നമുക്കിന്ന് ഇഷ്ടമല്ലാതായിരിക്കുന്നു. അതൊരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. അത് ഈ സ്റ്റബോൺനെസ്, വിഗ്രഹാരാധനയാണ്. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ഭക്തനായ മനുഷ്യനുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ C.T. സ്റ്റഡ് എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹം തൻ്റെ പ്രശസ്തിയുടെ ഉന്നത നിലയിലായിരിക്കുമ്പോൾ താൻ അതൊക്കെ വിട്ടിട്ട് സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഒരു റിമോട്ട് രാജ്യത്തേക്ക് സുവിശേഷവുമായി പോയി തൻ്റെ സമ്പത്ത് മുഴുവനും വിറ്റ് കർത്താവിന് വേണ്ടി അതെല്ലാം ചിലവിട്ടു. ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ആ കാലത്ത്, ഡിജിറ്റൽ ബൈബിളൊന്നും ഇല്ലാത്ത ആ കാലത്ത് ആ പഴയ പുസ്തകം തുറന്നു വെച്ച് ഒരു സന്ധ്യാസമയത്ത് അരണ്ട വെട്ടത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രായാധിക്യത്തിൽ കണ്ണട ഒന്നും പ്രത്യേകിച്ചില്ലാതെ വളരെ സൂക്ഷ്മതയോടെ സ്ട്രെയിൻ എടുത്ത് ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്നേഹിതൻ അവിടേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല മിസ്റ്റർ സ്റ്റഡ്, എന്തുവാ ഏതാണ്ട് കാര്യമായി നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ. ഈ പഴയ പുസ്തകത്തിൽ ഈ സന്ധ്യാസമയത്ത് ഇരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അരണ്ട വെട്ടത്തിരുന്ന് ഇത്ര സൂക്ഷ്മമായി ഏതാണ്ട് അന്വേഷിക്കാൻ എന്തോ കാര്യമായത് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ. അദ്ദേഹം ആ പുസ്തകത്തിൽ നിന്ന്, ആ പഴയ പുസ്തകത്തിൽ നിന്ന് കണ്ണുപോലും മറിക്കാതെ ഈ സ്നേഹിതനോട് ഉത്തരം കൊടുത്തു എന്നാണ് ഞാൻ വായിച്ചത്. താൻ കൊടുത്ത മറുപടി ഇങ്ങനെയാ: എൻ്റെ ആയുസ് തീരാറായിരിക്കുന്നു, എത്ര കാലം ഇനിയും ബാക്കിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇനിയും അനുസരിക്കേണ്ടതിന് എന്തെല്ലാം കൽപ്പനകളും ദൈവത്തിൻ്റെ ഹിതവും ഇനിയും ശേഷിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്തിനാ മനുഷ്യൻ വേദപുസ്തകം വായിച്ചത്? പ്രശസ്തിയുടെ കൊടുമുടിയിൽ വെച്ച് അത് ഉപേക്ഷിച്ച മനുഷ്യൻ, കോടിക്കണക്കിന് പൗണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മുഴുവനും വിറ്റ് കൊടുത്ത മനുഷ്യൻ, വിവാഹം കഴിഞ്ഞിട്ടില്ല, കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു വിഹിതം എൻഗേജ്മെൻ്റ് കഴിഞ്ഞിരിക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അയാൾ മാറ്റിവെച്ചിട്ട് അവളോട് പറഞ്ഞു, ഇതുപോലെ ബാക്കിയൊക്കെ കൊടുത്തു, നീ പിണങ്ങരുത്, നിനക്ക് വേണ്ടി ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 23,000 2,300 അങ്ങനെ അങ്ങോട്ട് ഒരു എമൗണ്ട് പൗണ്ട് അദ്ദേഹം മാറ്റിവെച്ചു. ഇംഗ്ലണ്ടുകാരനായിരുന്നു. ഭാര്യ, ആകാൻ പോകുന്ന ഭാര്യ, എൻഗേജ്മെൻ്റ് കഴിഞ്ഞ ആ പെൺകുട്ടി ചോദിച്ചു, എൻ്റെ പ്രിയനെ, നീ ബാക്കിയൊക്കെ കൊടുത്തല്ലേ, ഇത്രയും ബാക്കിയുള്ളൂ. എന്നിട്ട് ചോദിച്ചു, യേശു കർത്താവ് എന്തോ പറഞ്ഞേ? വാട്ട് ഡിഡ് ദ ലോർഡ് ആസ്ക് യു ടു? നിനക്കുള്ളത് എല്ലാം ഉപേക്ഷിക്കാനല്ലേ, ഇത്ര നീ എന്തിനാ മാറ്റിവെച്ചേ? നീ ചെയ്ത തെറ്റ് അതോട് കൊടുക്കാൻ പറഞ്ഞു. കല്യാണത്തിന് മുമ്പ് തന്നെ അവൾക്ക് വേണ്ടി മാറ്റിവെച്ച ആ വിഹിതവും കൂടെ ഒരു മിഷൻ ഓർഗനൈസേഷന് കൊടുത്തു. അങ്ങനെ മുഴുവനും ഉപേക്ഷിച്ച കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇംഗ്ലണ്ട് വിട്ടിട്ട് ഏതോ റിമോട്ട് ഏരിയയിൽ പോയി പ്രവർത്തിച്ച മനുഷ്യൻ, ആയുസ് മുഴുവനും സുവിശേഷത്തിന് വേണ്ടി ചിലവഴിച്ചവൻ, വാർദ്ധക്യത്തിൽ ദൈവത്തിൻ്റെ വചനം വായിക്കാൻ പറ്റിയ കണ്ണല്ലാഞ്ഞിട്ടും വായിക്കാൻ പറ്റിയ വെളിച്ചമില്ലാതിരുന്നിട്ടും ആ പഴയ പുസ്തകത്തിൽ പരതിയത് എന്തിനു വേണ്ടിയായിരുന്നു? മരിക്കുന്നതിന് മുമ്പ് ഇനിയും അനുസരിക്കേണ്ടതായി എന്തെല്ലാം ദൈവിക വിഷയങ്ങൾ ശേഷിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതും കൂടെ വളരെ തിടുക്കത്തോടുകൂടെ ചെയ്തു തീർക്കാനുള്ള വലിയ വാഞ്ചയോടാ താൻ വേദപുസ്തകം വായിച്ചത്.
ഈ സന്ധ്യയിൽ ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നാം ബൈബിള് വായിക്കുന്നത് ഈ താല്പര്യത്തോടു കൂടെയാണോ? Do we read the Bible in this purpose, that I may find those bunch of will of God and the commandments of God which are not yet fulfilled in my life, which I need to obey, which I need still to go through and fulfill? ഒരു ദൈവവചന കേൾവി, ദൈവവചന പ്രസംഗമോ ബൈബിൾ സ്റ്റഡിയോ അതിൽ നാം സംബന്ധിക്കുമ്പോൾ ഇതാണോ നമ്മുടെ ആഗ്രഹം? കർത്താവേ, ഇനിയും ഞാൻ, come on please, ഇനിയും ഞാൻ അനുസരിക്കേണ്ടത്, ഇനിയും ഞാൻ നിവർത്തിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നീ എന്നോട് അരുളി ചെയ്യണമേ. നമ്മൾ ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. പാസ്റ്റേഴ്സ് പറയാറുണ്ട് നമുക്ക് ശമൂവേൽ ബാലനെ പോലെ പ്രാർത്ഥനയോടെ ഇരിക്കാമെന്നൊക്കെ. യഹോവേ അരുളി ചെയ്യണമേ. ചിലപ്പം കൊർന്നല്യോസിന്റെ വാക്കുകൾ നമ്മൾ കടമെടുക്കാറുണ്ട് പ്രസംഗവേദികളിൽ. ദൈവം നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾക്കുവാൻ ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നെന്ന കൊർന്നല്യോസ് പത്രോസിനോട് പറഞ്ഞ വാക്കുകളും നാം ഉദ്ധരിക്കാറുണ്ട്. ഉദ്ധരിച്ചോ, കുഴപ്പമില്ല. പക്ഷെ ആ മനോഭാവമാണോ നമുക്കുള്ളത്? ആ മനോഭാവമാണോ നമുക്കുള്ളത്? കുറഞ്ഞ വർഷം ഏലിയും പറഞ്ഞു, ഏലിക്കും കാര്യം മനസ്സിലായി, തമ്പുരാൻ എന്തോ കയ്പുള്ള കാര്യം ഇവനോട് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാ ഈ കൊച്ചനെ രാത്രിയിൽ ഇങ്ങനെ ശല്യപ്പെടുത്തി ഇവൻ സംസാരിച്ച്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വന്നപ്പം ഏലി മഹാപുരോഹിതൻ പ്രായമുള്ള അപ്പച്ചൻ ചോദിച്ചു, മോനെ എന്തായിരുന്നു രാത്രിയിൽ? ഇവൻ പ്രായം കുറവ്, ആദ്യമായിട്ടുള്ള അനുഭവം, അതൊക്കെ കൊണ്ട് ഇവൻ ഒന്ന് മടിക്കുമെന്നതുകൊണ്ട് പറഞ്ഞു, നീ ഒന്നും മടിക്കണ്ട, എന്തായിരുന്നാലും നീ പറഞ്ഞേരെ, കർത്താവ് പറഞ്ഞങ്ങ് പറഞ്ഞേരെ, ഞാൻ കേൾക്കാൻ സമ്മതന. ആ ഒരു മനോഭാവം ദൈവവചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമുക്കുണ്ടാകണം. ആ ഒരു മനോഭാവം ഇന്ന് നമ്മുടെ ഇടയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ സത്യമാണ്. ചിലപ്പോൾ നാം പഠിച്ചു വച്ചിരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ തിരുത്താൻ നമുക്ക് മനസ്സില്ല, തിരുത്തുവാൻ നമുക്ക് മനസ്സില്ല. നാം പലപ്പോഴും വേദപുസ്തകം വായിക്കുന്നത് വാഗ്ദത്തത്തിന് വേണ്ടിയാണ്. എ പ്രോമിസ് ടു ക്ലെയിം, അവകാശം പറയാനൊരു വാഗ്ദത്തം കിട്ടട്ടെന്നും പറഞ്ഞുകൊണ്ടാ പലരും 31-ാം തീയതി ഡിസംബർ 31 രാത്രി പ്രാർത്ഥനയ്ക്ക് പോകുന്നതും പ്രോമിസ് വേഴ്സിന് വേണ്ടിയാ. ഒരു വർഷം മുഴുവനും കൊണ്ടു നടക്കാൻ. ഇത് മുഴുവനും അച്ചടിച്ച് നമ്മുടെ ഭാഷയിൽ തന്നിട്ടും ഒന്നും വേണ്ട. അന്ന് രാത്രിയിൽ ആരോ എഴുതിയിടുന്ന കുറെ നല്ല കാര്യങ്ങൾ മാത്രം മതി. വല്ല കൽപ്പനകൾ എഴുതിയിടാറുണ്ടോ? അങ്ങനെ എനിക്കറിഞ്ഞൂടെ ഇവിടെ അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന്. ഞാൻ ഈ പ്രാവശ്യം പോയ എല്ലായിടത്തും ഈ കാര്യം പറഞ്ഞു. പ്രിയരെ, ദൈവവചനം അനുസരിക്കുവാൻ നാം നമ്മെ സമർപ്പിക്കുക. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും നെവർ ബി സ്റ്റബോൺ, നെവർ ബി സ്റ്റിഫ് നെക്ഡ്, ഹാവ് എ ഹ്യൂമിലിറ്റി ടു ഒബേ ദ വേർഡ് ഓഫ് ഗാഡ്. ഇഫ് we come to know that this is what the Bible says, when we come to know this is what God demands, be ready to do that, be ready to obey. If we love the Lord, the commandments of the Lord are not hard or heavy. Just read and we will leave that. 1 John chapter 5 verse 3. 1 John 5. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ എന്തല്ല? ഭാരമുള്ളവയല്ല. If we feel God's commandments and the will of God heavy and burdened, then absolutely one thing is true, that we don't love the Lord. ദൈവകൽപ്പനകൾ നമുക്ക് ഭാരമായിട്ട് തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്തില്ല?
ദൈവത്തോട് സ്നേഹമില്ല. അപ്പോൾ സ്റ്റബോൺനെസ്, അതാണ് രണ്ടാമത്തെ വിഗ്രഹാരാധന. മൂന്നാമത്തെ വിഗ്രഹാരാധനയാണ് ഗ്രീഡ് എന്നുള്ളത്. എഫേഷ്യൻസ് 5:5 and Colossians 3:5. ദുർനടപ്പുകാരൻ, ഇന്നലെയും നമ്മൾ വായിച്ചതാ കൊലോസ് ലേഖനത്തിൽ നിന്ന് ആ വാക്യം 3:5. വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം എന്നിങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അത് തന്നെയാണ് എഫേസ്യർ 5:5 പൗലോസ് പറയുന്നത്. അവിടെ ദ്രവ്യാഗ്രഹിക്ക് ദൈവരാജ്യത്തിൽ എന്തില്ല? പ്രവേശനം ഇല്ല. ദ്രവ്യാഗ്രഹം അത് മാത്രമായിട്ട് നമ്മൾ പിന്നെ എടുക്കുന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം വിശദീകരിക്കുന്നില്ല. ദ്രവ്യാഗ്രഹം നമ്മുടെ ഉള്ളിൽ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നതിൽ, നമ്മുടെ ഭൗതിക അവസ്ഥകളിൽ നാം തൃപ്തരല്ല എങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും വേണം എന്ന ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ എന്താണ്? പാപമാണ്. വെറും പാപമെന്നും എല്ലാവർക്കും ഉള്ളതാണെന്നും പറഞ്ഞ് നമ്മൾ വിടരുത്. വേദപുസ്തകം ആവർത്തിച്ചു പറയുന്നു, അങ്ങനെയുള്ളവർക്ക് എന്തില്ല? ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ പ്രവേശനമില്ല. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോയി, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എത്ര എണ്ണം കയറുമെന്നല്ലേ? നീ ആരും കയറിയില്ലെങ്കിലും പ്രിയരെ, കർത്താവ് തൻ്റെ വചനം എന്ത് ചെയ്യുന്നില്ല? മാറ്റത്തില്ല. ചില ഭക്തന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ സ്വർഗം തരിച്ചു കിടന്നാലും വ്യവസ്ഥ വിട്ടുള്ള ഒരുത്തനെയും അവിടെ ഉൾക്കൊള്ളത്തില്ല. ഒരുത്തനെയും കൊള്ളത്തില്ല. ഓക്കെ, നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം. വിഗ്രഹാരാധനയുടെ നാലാമത്തെ ഭാഗം അതാണ് anything or any person that steals our best assigned or worthy only for God. ദൈവത്തിനു മാത്രം അവകാശപ്പെട്ട പ്രാഥമികത നമ്മിൽ നിന്നും അപഹരിക്കുന്നത് എന്തും അപഹരിക്കുന്ന ആരും എന്താണ്? വിഗ്രഹമാണ്. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? whatever thing, person or subject, ഒന്നുകിൽ വസ്തുക്കളാകാം, അല്ലെങ്കിൽ വിഷയങ്ങളാകാം, അല്ല എങ്കിൽ വ്യക്തികളാകാം. either it can be some things, some material things, it can be some themes or some topics or some subjects, or it can be a person or some persons, whatever it be. When they come in first, when they are put before God, when they steal the priority God should have, Christ should have, then that becomes an idol. വ്യക്തിയാകാം, വിഷയങ്ങളാകാം, വസ്തുക്കളാകാം. ദൈവത്തെക്കാൾ കൂടുതൽ നാം വിലമതിക്കുന്ന, നമ്മുടെ ശ്രദ്ധയെ സ്റ്റീൽ ചെയ്യുന്ന, പിടിച്ചു പറിക്കുന്ന എന്തും എന്താണ്? വിഗ്രഹമാണ്. അങ്ങനെയുള്ള വല്ലതും ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഉറങ്ങിക്കിടക്കുന്നവരാണോ അതോ കിടന്നുറങ്ങുന്നവരാണോ?
കിടന്നുറങ്ങുന്നവരാ. കിടന്നുറങ്ങുന്നവരാണെങ്കിൽ കിടക്കുന്നതിനും ഉറങ്ങുന്നതിനും ഇടയിൽ ഒരു ചെറിയ സമയമുണ്ട്, ഗ്യാപ്പുണ്ട്. ആ സമയത്ത് എന്തുവാ നമ്മുടെ മനസ്സിൽ കൂടെ ഓടുന്നേ? അതുപോലെ രാവിലെ ചെല്ലുണ്ട് ഉറക്കച്ചുവടോടെ എഴുന്നേറ്റങ്ങ് പോകുന്നവർ, ചെല്ലുണ്ട് ഉണർന്ന് ഒരു ശകലം കട്ടിലെ തന്നെ കിടക്കുന്നവർ. അപ്പം ഉണർന്ന് കിടക്കുന്നവരാണോ അതോ ഉറങ്ങിക്കൊണ്ട് തന്നെ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയി കുളി നനയും കഴിഞ്ഞ് എളുപ്പം ഒരുങ്ങി പോകുന്നവരാണ് നമ്മൾ? അവസരം കിട്ടിയാൽ നാം ഉണർന്ന് കിടക്കുന്നവരാ. ആ സമയത്തും നമ്മുടെ മനസ്സിലൂടെ ഓടുന്ന ചിന്തകൾ എന്തൊക്കെയാ? 3, ഉറക്കത്തിനിടയിൽ ഒരൊറ്റ സ്ട്രെച്ചിൽ ഉറങ്ങുന്നവർ ചുരുക്കുക. ചില സമയത്തൊക്കെ ഒത്തിരി ക്ഷീണമൊക്കെ ഉള്ള സമയത്ത് ഒറ്റ സ്ട്രെച്ചിൽ ചിലപ്പോൾ നമ്മൾ പറയും ഇന്നലെ കിടന്നതറിയാം, പിന്നെ രാവിലെ എഴുന്നേറ്റത് അറിയത്തുള്ളൂ. ഇതിനിടയ്ക്ക് അല്ലെങ്കിൽ ഇടയ്ക്ക് 2-3 പ്രാവശ്യമൊക്കെ എഴുന്നേറ്റില്ലെങ്കിലും ഉണരുന്നതാ. ചിലപ്പം ഒന്ന് സൈഡ് തിരിഞ്ഞ് കിടക്കുമ്പോഴോ ഒക്കെ ജസ്റ്റ് ഒന്ന് കിടന്നുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഈ ഉറക്കത്തിനിടയ്ക്ക് ഒന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതിനിടയിൽ നാം ഉണരുമ്പോഴും ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമ്മുടെ മനസ്സിലൂടെ ചില ചിന്തകൾ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യും. ആ സമയത്തും നമ്മുടെ മനസ്സിൽ ഫ്ലാഷ് ചെയ്യുന്ന ചിന്തകൾ എന്തൊക്കെയാ? ബാക്കി നാം ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടുതലായിട്ടിങ്ങനെ കയറി വരുന്ന ചിന്തകൾ എന്തൊക്കെയാ? നാം ഉണർന്നിരിക്കുന്ന സമയത്ത് നാം കൂടുതലും എന്ത് ചിന്തിക്കുവാൻ, ആരെക്കുറിച്ച് ഓർക്കുവാൻ, എന്തിനെക്കുറിച്ച് ഭാവന കാണുവാൻ നാം അധിക സമയം ചിലവഴിക്കുന്നു? ഇതിൻ്റെ എല്ലാം ഉത്തരം ക്രൈസ്റ്റ്, ഗാഡ്, ബൈബിൾ ആൻഡ് തിങ്സ് റിലേറ്റഡ് ടു ഗാഡ് എന്നുള്ളതാണോ? ബാക്കി എന്താണെന്നും പറയണ്ട, ഇത് പറഞ്ഞാൽ മതി, ഇത് എളുപ്പം. ക്രിസ്തു, ദൈവം, വചനം, നമ്മുടെ നിത്യത, ദൈവിക വിഷയങ്ങൾ എന്നിങ്ങനെയുള്ളതാണോ ഈ പറയപ്പെട്ടതിനൊക്കെ ഉത്തരം? ആകാൻ സാധ്യത കുറവാണ്. എങ്കിൽ നാം ദൈവത്തെക്കാൾ കൂടുതൽ ദൈവത്തിനർഹമായ സാധനം നമ്മിൽ നിന്നും കവരുന്നുണ്ടോ? വേറെ ആരോ, വേറെ എന്തോ? അതെന്താണെന്ന് കണ്ടെത്തി അത് ഉപേക്ഷിക്കുവാൻ നാം തയ്യാറായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് ലൂക്കോസ് 14:25 തൊട്ട് പറഞ്ഞത്, എന്നേക്കാൾ കൂടുതൽ എൻ്റെ അടുക്കൽ വരികയും അപ്പനെ, അമ്മയെ, ഭാര്യയെ, മക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. വേറെ ആരും കർത്താവിനും നമുക്കുമിടയിൽ എന്ത് ചെയ്യരുത്? കയറരുത്. See, Christian life is just like a vehicle which doesn't have reverse gear. It should not have a reverse gear to go back. ക്രിസ്തീയ ജീവിതം തിരികെ പോകുവാൻ ഒക്കാത്തതായിരിക്കണം. റിവേഴ്സ് ഗിയർ ഉണ്ടാകരുത്. ദൈവമല്ലാതെ, ക്രിസ്തുവല്ലാതെ, ദൈവസ്നേഹമല്ലാതെ, നമുക്ക് നിത്യത, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ കാര്യങ്ങളല്ലാതെ
നമ്മുടെ മനസ്സിനെ മറ്റൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? മതിക്കുവാൻ പാടില്ല, പിടിച്ചടക്കുവാൻ പാടില്ല. We should be filled with the fascination of the love of God. The amount of our thoughts, the amount of our fascination, the amount of our emotions, the amount of our memory, all these things should be concentrated on the person of Christ, the work of Christ, the eternal provision the Lord has made for us. അതായിരിക്കണം. If not, some people or some topics or some things have come in between we and Christ. ക്രിസ്തുവിനും നമുക്കുമിടയിൽ ഇതിൽ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. അത് നാം കണ്ടെത്തി നാം എത്ര സ്നേഹിക്കുന്ന സംഗതികളായാലും ഉപേക്ഷിക്കുവാൻ തയ്യാറായിരിക്കണം. കർത്താവിന് അർഹമായത് മറ്റാരെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും കവർന്നിട്ടുണ്ടെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. ചിലർക്ക് ഭാര്യയാണ് വിഗ്രഹം. ചില ഭർത്താക്കന്മാർക്ക് ഭാര്യ, ചില ഭാര്യമാർക്ക് ഭർത്താവ, ചില മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങളാ. ദൈവത്തെക്കാളധികം അവര് ഓർക്കുകയും ശ്രദ്ധിക്കുകയും മാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് മക്കളെയാ. ചിലർക്ക് ജോലിയാ, ചിലർക്ക് ഫ്രണ്ട്സാ, ചിലർക്ക് അവരുടെ ആശയങ്ങളാ, ചിലർക്ക് അവരുടെ കുടുംബ മഹിമകളും മറ്റുമാ, ചിലർക്ക് അവരുടെ ബിസിനസ്സാ. ദൈവത്തിന് അർഹമായ പ്രാഥമികത, ദ പ്രയോറിറ്റി, അതിനർഹൻ ദൈവം മാത്രം. അത് നമ്മിൽ നിന്ന് ആരും ഒന്നും കവർന്നെടുക്കുവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഓൾട്ടർ കോളിന് വേണ്ടി സമയം കാത്തിരിക്കണ്ട. നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ പാപത്തെ സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് ഒരു പുതിയ സമർപ്പണം കർത്താവിൻ്റെ പാദത്തിൽ നാം എടുക്കണം. സ്തോത്രം. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ഞാനവിടെ നേരത്തെ നമ്മൾ ചിന്തിച്ച ഒരു ഭാഗം ആവർത്തിക്കുക, ഐഡലട്രിയെക്കുറിച്ച്. 1 യോഹന്നാൻ 5:21, യോഹന്നാൻ്റെ ആദ്യത്തെ ലേഖനം അവസാനിക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഞാനിവിടെ ആവർത്തിക്കുന്നു. ലിറ്റിൽ ചിൽഡ്രൻ, കീപ് യുവർ സെൽസ് ഫ്രം ഐഡൽസ്. അത് നമ്മൾ കണ്ടു. എന്താണ് ഐഡൽ? It is anything that claims our attention and affection above Christ. Anything that claims our attention and affection above Christ. ക്രിസ്തുവിന് ഉപരിയായി നമ്മുടെ ശ്രദ്ധയും സ്നേഹവും പിടിച്ചെടുക്കുന്ന, അവകാശപ്പെടുന്ന സംഗതികളാണ് വിഗ്രഹം. പിന്നെ പറയുന്നു, most of us verbally declare that Jesus Christ is more important to us than our fetish, or music or movies. But what does our life say? Last sentence kando, where do we spend the best hours of our day? And what do we turn to for enjoyment and comfort? It's not working. Both are not working. അപ്പോൾ ക്രിസ്തുവിനുപരിയായി നമ്മുടെ ശ്രദ്ധയും നമ്മുടെ സ്നേഹവും നമ്മിൽ നിന്നും കവരുന്നത്, പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം, ഏറ്റവും നല്ല സമയവും നാം ചിലവഴിക്കുന്നത്. ശ്രദ്ധിക്കണേ, അത് ശരിയായിക്കൊള്ളു, നമുക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. പിന്നെ നാം സന്തോഷത്തിനും
നാം സന്തോഷത്തിനും ആശ്വാസത്തിനും ഒക്കെ വേണ്ടി ആരിലേക്ക് തിരിയുന്നു? അത് എന്തിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്? ഇറ്റ്സ് ഓക്കെ നൗ, ഇറ്റ്സ് ഓക്കെ. നാം എന്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം തോന്നുന്നത്? ചില കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഇരിക്കും, അവരെന്തോ ചിന്തിക്കുക, പക്ഷെ അവർക്ക് ഭയങ്കര, ആ ചിന്ത അവർക്ക് ഭയങ്കര സുഖം കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് സുഖം കൊടുക്കുന്ന ചിന്ത, നമുക്ക് സന്തോഷകരമായ ചിന്ത, നമുക്ക് ആശ്വാസകരമായ ഓർമ്മ, നമ്മെ വൈകാരികമായി ഉദ്ദീപിപ്പിക്കുന്ന ഭാവന, ഇതൊക്കെ എന്താ? The imagination, what imagination makes us stimulated? What memory gives us comfort? What thoughts gives us joy? Which person do we want to stay the more with? Following me? The person we like to spend the more time with. നാം ഏറ്റവും കൂടുതൽ ഏത് വ്യക്തിയോടുകൂടെ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു? The person we love to talk more with. നാം ഏറ്റവും കൂടുതൽ സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആര്? The thing, the events, or the person we like the most to remember. നാം ഏറ്റവും കൂടുതൽ ഓർക്കുവാനും മറ്റും താല്പര്യപ്പെടുന്ന വ്യക്തികളും വിഷയങ്ങളും, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്തോത്രം നമുക്ക് ഈ കാര്യം വിലയിരുത്താൻ പറ്റും. ഇങ്ങനെയുള്ള വല്ല വിഗ്രഹവും നമ്മുടെ ജീവിതത്തിലുണ്ടോ? എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ ശനിയാഴ്ചത്തെ പ്രാർത്ഥനയിലാണ് ഞാൻ ചോദിച്ചത്, നാം ദൈവത്തോടാണോ കൂടുതൽ സംസാരിക്കാറുള്ളത് അതോ ഫോണിലാണോ? ശനിയാഴ്ചയാണെന്ന് എൻ്റെ ഓർമ്മ. ഒരാളൊരിക്കൽ പറയുകയുണ്ടായി, നമ്മൾ 3 മിനിറ്റ് പ്രാർത്ഥനയിൽ കൂടുതൽ എടുത്താൽ പറയും, 3 മിനിറ്റ് കൂടുതലായിരുന്നു. അതേസമയം 3 മണിക്കൂർ നമുക്ക് ഒരുമിച്ച് ടി വിയുടെ മുമ്പിലോ ഇൻ്റർനെറ്റ് മുമ്പിലോ ഇരിക്കാൻ ഒരു പ്രയാസമില്ല. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, 2 മണിക്കൂർ 1.5 മണിക്കൂർ യോഗം കൃത്യമായിട്ടും പറഞ്ഞിരിക്കുന്ന സമയത്ത് യോഗം തീർക്കണം. അത് കഴിഞ്ഞ് ഈ യോഗത്തിന് കൂടിയ സമയത്തേക്കാൾ കൂടുതൽ സമയം ഇവര് വർത്തമാനവും പറഞ്ഞ് അവിടുന്ന് മാറി എവിടെയും പോയാലും കുഴപ്പമില്ലായിരുന്നു, അവിടെ തന്നെ നിൽക്കും. അവർ ലേറ്റ് ആകുന്നേ ഇല്ല. ഞാൻ ചിലതൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു 1/2 മണിക്കൂറൂടെ നമുക്ക് മീറ്റിങ്ങിൽ ഇരുന്നിരുന്നെങ്കിൽ എന്ത് ദോഷമായിരുന്നു ഉണ്ടായിരുന്നേ? നോക്കണേ. അപ്പോൾ നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഇമാജിനേഷൻസ്, നമ്മുടെ മെമ്മറീസ്, നമ്മുടെ വിൽ ആൻഡ് ഇമോഷൻസ്, ഇതൊക്കെ എവിടെയാണ് സുഖം കണ്ടെത്തുന്നത്? ദാറ്റ് ഈസ് അവർ ഐഡൽ. നമ്മുടെ വികാരം, നമ്മുടെ വിചാരം, നമ്മുടെ ഭാവന, നമ്മുടെ ഓർമ്മ, നമ്മുടെ ഇച്ഛകൾ, ഇവയ്ക്കൊക്കെ ഒരു സുഖം കണ്ടെത്തുന്നത് എവിടെയാണ്? ദാറ്റ് ഈസ് അവർ ഐഡൽ. അതാണ് നമ്മുടെ വിഗ്രഹം. അത് ക്രിസ്തുവിലാണെങ്കിൽ ഓക്കെ, ദൈവത്തിലാണെങ്കിൽ ഓക്കെ. ഇവൻ ദൈവത്തിലാണെങ്കിൽ പോലും, ഞാൻ
ഒരു മാർത്തോമക്കാരൻ അച്ഛൻ്റെ പ്രസംഗം കേട്ടു. മാർത്തോമക്കാരൻ അച്ഛൻ്റെ പ്രസംഗം. അദ്ദേഹം അതിനകത്ത് വേറെ ഒരു യാക്കോബുകാരനെ മറ്റാണെന്ന് തോന്നുന്നു, അച്ഛൻ്റെ പുസ്തകത്തിലെ ഒരു കാര്യം എടുത്തു പറഞ്ഞു. ആ പുസ്തകത്തിൽ ആ അച്ഛൻ എഴുതിയിരിക്കുന്നത്, ഈ അച്ഛൻ എടുത്തു പറഞ്ഞതാണ്, പള്ളികളിലും കുരിശടികളിലും ഒക്കെ ഒരു നോട്ടീസ് എഴുതി വയ്ക്കുക, റിക്വസ്റ്റ് ആർ നോട്ട് പെർമിറ്റഡ്. അപേക്ഷകൾക്ക് നിരോധനം, അപേക്ഷകൾ വർജിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേരിനിയും പ്രാർത്ഥിക്കാനും കാണിക്കയിടാനും വരുമെന്ന്. കാര്യം മനസ്സിലായോ? ഇവർ പള്ളിയിൽ പോന്നു, കുരിശടിയിൽ പോന്നു. എന്തിനാ പോകുന്നത്? വല്ലതും തരണേന്ന് പറയാനാ, അപേക്ഷിക്കാനാ പോകുന്നത്, നിവേദനം അർപ്പിക്കാനാ, ആപ്ലിക്കേഷൻ കൊടുക്കാനാ പോകുന്നത്. അപ്പം അതിന് ആ അച്ഛൻ പറഞ്ഞിരിക്കുകയാണ്, ഇനിയും ഇങ്ങനെയുള്ള പ്രാർത്ഥനാലയങ്ങളിൽ അല്ലെങ്കിൽ നേർച്ച സ്ഥലങ്ങളിൽ അപേക്ഷകൾ വർദ്ധിച്ചിരിക്കുന്നു. ആപ്ലിക്കേഷൻസ് നോട്ട് അലൗഡ്, റിക്വസ്റ്റ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ എത്ര പേര് ഇനി അവിടെ ഈ ദൈവത്തെ അല്ലെങ്കിൽ ഈ പുണ്യാളിനെ കാണാൻ ചെല്ലും? അല്ല, ഒന്നും അപേക്ഷിക്കാൻ വന്നതല്ല, വന്ന് ഒന്ന് നമസ്തേ പറയാൻ നേരിച്ച് വന്നാ, ഒന്ന് ഒരു വന്ദനം പറയാൻ നേരിച്ച് വന്നതാ. ഹലോ, സുഖമായിട്ടിരിക്കുന്നല്ലോ, ശരി, കണ്ടതിൽ സന്തോഷം എന്ന് പറഞ്ഞ് പോകാൻ എത്ര പേർ തയ്യാറാകും? ഞാനിത് കേട്ടപ്പം വിചാരിച്ചു, നമ്മുടെ ഇടയിലും കൂടെ ഇങ്ങനെ ഒന്നും ഉണ്ടായാൽ എന്ത് നല്ലതായിരുന്നു. നമ്മെയും സന്തോഷിപ്പിക്കും, ദൈവിക വിഷയങ്ങൾ സന്തോഷിപ്പിക്കുന്നെന്ന് പറയുമ്പോൾ പോലും നമുക്ക് എന്തോ സന്തോഷം തരുന്നത്? ദൈവത്തിന്റെ സ്നേഹമാണോ? ദൈവത്തിന്റെ സ്നേഹമാണോ നമ്മെ വികാരഭരിതരാക്കുന്നത്? ദൈവത്തിന്റെ മഹത്വമാണോ നമ്മിൽ ആരാധന ജനിപ്പിക്കുന്നത്? ദൈവത്തിന്റെ വിശുദ്ധിയാണോ, ആ വിശുദ്ധിയുടെ ദർശനമാണോ നമ്മെ ദൈവത്തോട് അടുപ്പിച്ച് ആദരവിന്റെ അനുഭവം നമ്മൾ ഉണ്ടാക്കുന്നത്, ഭക്തിയുടെ അനുഭവം ഉണ്ടാക്കുന്നത്? നിത്യതയുടെ ദർശനമാണോ നമ്മെ ഈ ഭൗതിക വിഷയങ്ങൾ വിട്ട് കർത്താവിനെ അനുഗമിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്? സ്തോത്രം. ബിഷപ്പ് വില്യം ടെമ്പിൾ എന്ന് പറയുന്ന മനുഷ്യൻ ആരാധനയെക്കുറിച്ച് പറഞ്ഞ കാര്യം എനിക്ക് വളരെ പ്രചോദനം തരാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ട്രൂ വർഷിപ്പ് വിൽ ക്വിക്കൻ അവർ കോൺഷ്യൻസ് വിത്ത് ദ ഹോളിനെസ് ഓഫ് ഗാഡ്. True worship will purge our imagination with the beauty of God. True worship will fill our heart with the love of God. And the true worship will devote our will for the purpose of God. 4 കാര്യങ്ങൾ. ഒന്ന് true worship will quicken our conscience with the holiness of God. ഈ ശരിയായിട്ടുള്ള ആരാധന നമ്മുടെ മനസാക്ഷിയെ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ദർശനത്താൽ എന്ത് ചെയ്യുന്നു? ജീവിപ്പിക്കുന്നു, ക്വിക്കൻ ചെയ്യുന്നു. 2, it purges our imagination with the beauty of God. ദൈവത്തിൻ്റെ മനോഹാരിതയാൽ, സൗന്ദര്യത്താൽ നമ്മുടെ ഭാവനയെ, ഇമാജിനേഷനെ അതെന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. 3, it fills our heart with the love of God. നമ്മുടെ ഹൃദയത്തെ ദൈവസ്നേഹം കൊണ്ട് ഇത് നിറയ്ക്കുന്നു. 4, it devotes our heart, our will for the purpose of God.
ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്കായി നമ്മുടെ ഇച്ഛകളെ ഇത് നിയന്ത്രിക്കുന്നു, പിടിച്ചടക്കുന്നു. സ്തോത്രം. നമ്മുടെ ഉള്ളിൽ ഈ നിലയിലാണോ ഈവൻ നാം ആരാധന പോലും നടത്തുന്നത്? സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ മനോഹാരിത, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ഉദ്ദേശം, നിത്യതയുടെ കരുതൽ, ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ മനസാക്ഷിയെ, നമ്മുടെ ഭാവനകളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഓർമ്മകളെ, നമ്മുടെ ഇഷ്ടങ്ങളെ ഒക്കെ എന്ത് ചെയ്യേണ്ടത്? നിയന്ത്രിക്കേണ്ടത്. അല്ല എങ്കിൽ ഇതിനിടയിൽ ആരോ കയറിയിട്ടുണ്ട്, ആ പുള്ളി ഇറക്കി വിടണം. അത് ആളാണോ, സംഭവമാണോ, എന്തെങ്കിലും വസ്തുക്കളാണോ എന്ന് നമ്മൾ കണ്ടുപിടിച്ചോണം. സ്തോത്രം. ഐഡോലട്രി, ദൈവം വെറുക്കുന്ന, ദൈവത്വത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ പാപമാണത്. ആ ഭാഗം പെടട്ടെ. ഇനിയും പറയാൻ ഒത്തിരി ഉണ്ടെങ്കിലും സമയം നമ്മെ അനുവദിക്കുന്നില്ല. രണ്ടാമത്തെ പാപം, ദൈവം വെറുക്കുന്ന പ്രധാനപ്പെട്ട പാപങ്ങളിൽ രണ്ടാമത്തേത്, sin that a person commits against himself. എന്താ അത്? സെക്ഷുവൽ ഇമ്മോറാലിറ്റി, ലൈംഗികമായ പാപങ്ങൾ. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ദുർനടപ്പ് വിട്ട് ഓടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ബാക്കിയുള്ള ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു. പക്ഷെ ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. He sins against his own body. തനിക്കെതിരായിട്ട്, തൻ്റെ ശരീരത്തിനെതിരായിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് ഈ പാപം. അതിനെക്കുറിച്ച് ചില വസ്തുതകൾ പെട്ടെന്ന് പറഞ്ഞ് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. അതിനെക്കുറിച്ച് നാം കാണുന്നത്, അതിനെക്കുറിച്ച് നാം കാണുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ വികാരങ്ങൾ നൽകിയിട്ടുണ്ട്, ദൈവദത്തമായ വികാരങ്ങളുണ്ട്. God has input emotions in us. ആ വികാരങ്ങളെ നിവർത്തിക്കാൻ, അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ദൈവത്തിൻ്റെ വിധികളുണ്ട്. God has given us emotions, instincts, and also He has ways, and God has His way to fulfill or satisfy those emotions. അതിന് ദൈവം വച്ചിരിക്കുന്ന ഒരേ ഒരു മാധ്യമമാണ് മാരേജ് ആൻഡ് ഫാമിലി. വിവാഹവും കുടുംബവും മാത്രമാണ് ഈ ഇൻപുട്ടായിട്ടുള്ള സെക്ഷുവൽ വികാരങ്ങളെ, ഇമോഷൻസിനെ പൂർത്തീകരിപ്പാൻ ദൈവം വെച്ചിട്ടുള്ള ഏക മാർഗം. അതുകൊണ്ട് ബിഫോർ ആൻഡ് outside marriage are completely abominations. വിവാഹത്തിന് മുമ്പും കുടുംബത്തിന് പുറത്തുമുള്ള സകല ബന്ധങ്ങളും എന്താണ്? മ്ലേച്ഛതയാ, പാപമാ. ഇത് രണ്ടും പാടില്ല. വിവാഹത്തിന് മുമ്പും കുടുംബത്തിന് പുറത്തും പാടില്ല. പിന്നീട് അതുകൊണ്ട് a holy biblical sex life means a total abstinence before and a complete faithfulness after the marriage. A complete abstinence before the marriage, completely abstain from all sorts of activities, all sorts of sexual activities, not only from physical intimacy,
but even from all sorts of emotional stimulating things, everything. Also be completely faithful after the marriage. അതുകൊണ്ട് ഞാൻ വിവാഹവേദികളിലൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, unmarried men and women, youths, keep your virginity secure as the awesome gift for your future legitimate spouse. അവിവാഹിതരായ കുഞ്ഞുങ്ങളോട്, പ്രായമുള്ളവരായാലും, അവരോട് ദൈവസ്നേഹത്തിൽ ഒരു കർത്തൃ ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ വെർജിനിറ്റിയെ, ചാരിത്ര്യ ശുദ്ധിയെ നിങ്ങൾക്ക് ഭാവിയിൽ വൈവാഹിക ബന്ധത്തിൽ കൂടെ ലഭിക്കാൻ പോകുന്ന ജീവിത പങ്കാളിക്ക് കൊടുക്കുവാൻ ഉള്ള ഏറ്റവും വലിയ സമ്മാനമായിട്ട് സൂക്ഷിച്ചോണം. ഡോണ്ട് പ്ലേ വിത്ത് യുവർ വെർജിനിറ്റി. ഒരുപക്ഷെ നാം ആയിരിക്കുന്ന ഈ സംസ്കാരത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വിലയില്ലായിരിക്കാം, പക്ഷേ the Bible is the same. The God of the Bible is also the same. The culture may be different, the time may be different, but the Bible, God and God's rules and statutes are the same and the same. God will not tolerate this particular sin from his people. Would you just please read Hebrews chapter 13 verse 4. എബ്രായർ 13:4. കല്യാണ വേദികളിലൊക്കെ നാം മിക്കപ്പോഴും പ്രസംഗിച്ച് കേൾക്കുന്നതാണ്. എന്നാൽ ദുർനടപ്പുകാരെയും ദൈവം ന്യായം വിധിക്കും. No compromise. No compromise. This sin is not only having some physical relationships, but as per the New Testament, as per Jesus' own words on the Sermon of the Mount, it is even a gesture, even a longing, even a desire is also considered as this particular abominable sin. Therefore, it is absolutely inappropriate and illegitimate, abominable for God's people. God's people. പക്ഷേ ഈ പാപം ദൈവജനം എന്ന് പറയപ്പെടുന്നവരുടെ ഇടയിൽ ഈ രാജ്യത്തൊന്നു മാത്രമല്ല, നമ്മുടെ മാതൃരാജ്യത്തും പെരുകി വരുന്നു എന്നുള്ളത് ഭയാനകമായൊരു വസ്തുതയാണ്. ഭയാനകമായൊരു വസ്തുതയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം പരിശുദ്ധനായ ദൈവമാണ്. അവൻ നമ്മിൽ നിന്നും എന്താഗ്രഹിക്കുന്നു? വിശുദ്ധി ആഗ്രഹിക്കുന്നു. അവൻ നമ്മിൽ നിന്നും വിശുദ്ധി ആഗ്രഹിക്കുന്നു. സ്തോത്രം. We are not supposed to go after the common norms of the society. We are not supposed to run after the cultural practices of the surroundings, our friends, even the so-called friends within the church. You may find even some preachers or biblical teachers who will advocate for all these practices. But please understand that what a person, what a preacher, what an influential leader says is not what matters, but what the Bible says. That's why I had told you the first session that the written word of God is beyond the church itself, is beyond even the name of God itself. The written word of God is superior to the church leaders.
The Bible, the written word of God, is superior to our traditions. It is superior to human reasons. The Bible is superior to our feelings as well as our experiences. ഇവയ്ക്കെല്ലാം അതീതമാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ഒരു ഇൻഫ്ലുവൻഷ്യൽ ലീഡർ ഇതിനെ അനുവദിച്ചെന്ന് കരുതിയോ, അങ്ങനെ ഇന്ന് വിജയകരമായ ശുശ്രൂഷ ചെയ്യുന്നെന്ന് നമുക്ക് തോന്നുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ജീവിച്ച ആളാണ് എന്നതിനാലോ പോലും അങ്ങനെയുള്ളവരുടെ മാതൃക നാം ഒരിക്കലും പിൻപറ്റരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെയും ആ കാര്യം വളരെ വളരെ ഓർപ്പിക്കണം. സ്തോത്രം. I wish all the youngsters of this church would be present here. അതുകൊണ്ട് ഞാൻ കൂടുതലും അല്ലാതെ തന്നെ ഇനി എല്ലാം കേൾക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതി കൂടുതലും ഞാൻ സായിപ്പൻ്റെ ഭാഷയിൽ പറഞ്ഞേ. സ്തോത്രം. നമ്മുടെ ഇടയിൽ ഈ പാപം പെരുകി വരുന്നു. ശുശ്രൂഷകർക്കിടയിലും വിശ്വാസികൾക്കിടയിലും പോലും ഇത് പെരുകി വരുന്നു. കമ്മിറ്റിക്കാർക്കിടയിൽ ഇത് പെരുകി വരുന്നു. വളരെ വേദന ഉളവാക്കുന്ന വസ്തുതകളായിട്ട് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുക. സ്തോത്രം. പക്ഷേ ഒരിക്കൽ കൂടെ നമുക്ക് എഫേസ്യ ലേഖനത്തിലെ വാക്യം ഒന്ന് വായിക്കാം. Ephesians chapter 5 verses 3 following please. Ephesians 5:3 following. ദുർനടപ്പ്, യാതൊരു അശുദ്ധിയും. ആ രണ്ടു തൊട്ടൊന്ന് വായിക്കുമോ? രണ്ടു തൊട്ട് വായിച്ചോളൂ. ദൈവത്തിന് നടപ്പിൻ. എന്നിട്ട് പറയുന്നു ദുർനടപ്പ്, യാതൊരു അശുദ്ധി, അത്യാഗ്രഹവും. കണ്ടോ, നമ്മുടെ ഇടയിൽ ഇത് പേര് പോലും പറയരുത്. These things are not to be even named among us. ഇന്നത്തെ സമൂഹം ഓമന പേരിട്ടതിനെ വിളിക്കുന്ന ഡേറ്റിംഗ് എന്ന. The current culture and the current what you call time, people call it dating. Even that is equivalent to this abominable sin. That's why Jesus said, even you have heard that do not commit adultery, commanded to the fathers. But I say to you, if a person looks at another person with a desire, lustful heart, then he or she has committed adultery. പഴയ നിയമകാലത്തായിരുന്നെങ്കിൽ ആ പ്രവർത്തനം ചെയ്യണമായിരുന്നു. ഇപ്പം ചെയ്യണ്ട. പാസീവ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. പാസീവ് സിൻസ് God very seriously considers passive sins even. Not only the active sins. The passive sins even God seriously considers. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രമോഷൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകരുത്. നിങ്ങളാരെങ്കിലും സൺഡേ സ്കൂൾ ടീച്ചേഴ്സോ യൂത്ത് ലീഡേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അവർ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി തീരണം. ഇത് അബോമിനബിൾ പാപമാണ്. അത് നമ്മുടെ ഇടയിൽ പേര് പറക പോലും അരുത്. എത്ര സീരിയസ് ആയിട്ടാ പൗലോസ് പറയുന്നത്. ഈ ഇംഗ്ലീഷിൽ എഴുതിക്കുന്നുണ്ടോ? ലെറ്റ് ഇറ്റ് നോട്ട് ബി വൺസ് നെയിംഡ് അമംഗ് യു. ഒരിക്കൽ പോലും ആ പേര് പറയാൻ പോലും ഇടയാകരുതെന്ന്. സ്തോത്രം. വളരെ സൂക്ഷിക്കുക. കാരണം we are set apart people. We are consecrated people. We are separated for the Lord. The Lord has separated you and me for himself. ദൈവം തന്നെ നമ്മെ തനിക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? വേർതിരിച്ചിരിക്കുന്നു.
നാം അങ്ങനെ വിശുദ്ധിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാ. ഈ പാപം നമ്മൾ ഉണ്ടാകരുത്. പിശാച് നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ഇമോഷൻസിനെ കൈയാളാൻ അനുവദിക്കരുത്. ഈവൻ വി ഷുഡ് ഹാവ് ഇമോഷണൽ പ്യൂരിറ്റി. If I have love for you, that also should be pure. That should be pure. വിവാഹം കഴിച്ച ഒരു പുരുഷനും സ്ത്രീയും തമ്മിലല്ലാതെ വൈകാരികമായ ലൈംഗികമായ സ്നേഹമുണ്ടാകാൻ പാടില്ല. നമ്മുടെ ഉള്ളിൽ അതുണ്ടെങ്കിൽ, അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തയിൽ പോലും, ഭാവനയിൽ പോലും, വികാരങ്ങളിൽ പോലും ഉണ്ടാകുന്നെങ്കിൽ അത് പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് തിരുമുൻപാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ നാം നമ്മെ സമർപ്പിക്കണം. അപ്പോൾ ഒരാൾ തനിക്കെതിരെ ചെയ്യുന്ന, തൻ്റെ കുടുംബത്തിനെതിരെയും ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് ദുർനടപ്പ്. അതും നമ്മുടെ ഇടയിൽ പേർ പറക പോലും അരുത്. സ്തോത്രം. മറ്റ് ഭാഗങ്ങളിലേക്ക് കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ നമുക്ക് നാളെ പ്രവേശിച്ച് അത് അവസാനിപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ ഇന്ന് നാം കേട്ട തിരുവചന ഭാഗങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണെന്നും നാം എവിടം വരെ എത്തിയിരിക്കുന്നെന്നും ഒന്ന് വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ശരിയായ ക്രിസ്തീയ ജീവിതത്തിനും വചനമനുസരിച്ചുമുള്ള ജീവിതത്തിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എനിക്കറിയാം, നമുക്കൊത്തിരി ടെൻഷൻസും പ്രയാസങ്ങളൊക്കെ ഉള്ളവരാ. ആ വിഷയങ്ങളിലൊന്നും ദൈവം നമ്മോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ വചനത്തിൽ കൂടെ ആ ഭാഗങ്ങളെ ഒന്നും തൊടുകയോ ചെയ്തിട്ടില്ല. കർത്താവിൻ്റെ ആഗ്രഹം നമ്മെ കേവലം ഒരു വൈകാരിക അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് സന്തോഷിപ്പിച്ച് വിടാനല്ല. അവൻ നമ്മെ ഞെക്കിക്കഴുകി ശുദ്ധീകരിച്ച് മുറിവുകളെ വെച്ച് കെട്ടി സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ ദൃഢമാക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി കർത്താവ് നമുക്ക് ആവശ്യമായുള്ളത് തരുന്നു. പാപത്തോട് ദൈവം പുലർത്തുന്ന അതേ മനോഭാവമുള്ളവരായി അവയെ വെറുത്ത് നമുക്ക് കർത്താവിനെ സ്നേഹിച്ചു പോകാം. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവെ, പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ നൽകണമേ. ഇന്ന് രാത്രി നമ്മെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.